ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ലൈക്കിൻ്റെ കൂടെ തന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്കണേ. അപ്പോൾ എന്നാലാണ് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തത്തുള്ളൂ. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്ക് അറിയത്തില്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എവിടെയാണ് താമസിക്കുന്നത്, നാട്ടിലെവിടെയാണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ജാനുവരിയിൽ 10 വർഷം ആവാൻ പോകുന്നുണ്ട്. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്തിലാണ്. അപ്പോൾ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളിവിടെ സെറ്റിൽഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വീടില്ല, നാട്ടിൽ എൻ്റെ കുടുംബ വീടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽഡ് ആണ് കേട്ടോ. ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്, പഠിച്ചതും ഒക്കെ ഇവിടെയാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇവിടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 40 വർഷത്തോളം ആയിട്ട് ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ ഇവിടെ തന്നെയാണ് താമസം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ ഇവിടെയാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അനിയനും വൈഫും ഒക്കെ താഴത്തെ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഞങ്ങൾ മേലത്തെ വീട്ടിലാണ്, ഞങ്ങൾ ഓൺ ഹൗസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1-2 പേര്. ഹസ്ബൻഡ് ഒരു IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിലാണ്, ഇടയ്ക്ക് ജോലിക്ക് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും ഹസ്ബൻഡിനെ കാണുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു മോളാണുള്ളത്. മോളുടെ പേര് ആത്മിക. അവൾ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പഴയ വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി പേര് പറയുന്നത് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്ന്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ മറ്റു ഒരു സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല കേട്ടോ. ഞാൻ ആകെ കൂടി ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലുള്ളൊരു റീച്ച് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം ഞാൻ ലോങ് വീഡിയോസ് മാത്രമാണ് ഇടാറുള്ളത്. ആഴ്ചയിൽ 3 വീഡിയോസാണ് ഇടുന്നത് കേട്ടോ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30ക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത്. പിന്നെ അല്ലാതെ ഉള്ളൊരു പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിലില്ല. മറ്റു സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ ആക്റ്റീവും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ കൂടി എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്. പിന്നെ നമുക്ക് ഈ ചാനൽ പതിയെ ഗ്രോത്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോരുത്തരും തരുന്ന ലൈക്കും നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടും ആണ് നമ്മുടെ ചാനൽ പതിയെ ഗ്രോ ആവുന്നത്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാനൊരു ഹോം മേക്കറാണ്. അപ്പോൾ ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അതൊന്നും ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടോ വായിച്ചിട്ടോ ഒന്നും അല്ല പറയുന്നത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ കാണുന്ന ഒരു 10-25 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നതാണ്, എങ്ങനെയാണ് ഓരോ കണ്ടന്റും ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ അനുഭവങ്ങളും എൻ്റെ തന്നെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ അനുഭവങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത സൊല്യൂഷൻസും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഞാൻ നേടിയ അറിവും അതൊക്കെയാണ് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നൊരു കമൻ്റാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് അത്ര, അതുപോലെ തന്നെ വേറിട്ട ഒരു കണ്ടന്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേരാണ് കമന്റ് അയച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അല്ലാതെയുള്ള പേഴ്സണലായിട്ടുള്ള കോണ്ടാക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ആരുമായിട്ടും വെക്കാറില്ല. പിന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബിലെ കമന്റ്സ് വഴിയുള്ളൊരു ബന്ധം മാത്രമാണ് നിങ്ങളുമായിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു ബന്ധവും മറ്റൊരു രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇതിലും ഞാൻ
ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പുതുതായിട്ട് വന്നവർക്ക് പറഞ്ഞതാണ്, പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത് കേട്ടോ കമൻറ്റ്. ഞാൻ അന്ന് ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുത്തു. പക്ഷേ എന്നാലും എനിക്ക് വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയായിരുന്നു. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ 2 ദിവസം മുൻപാണ് ഈ ഒരു ചാനൽ കാണുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരു മോട്ടിവേഷനും തോന്നാത്ത ഒരു സാഹചര്യം, വീട്ടിൽ തന്നെ ജോലിയില്ല, ഫിനാൻഷ്യലി ഡിപ്പെൻഡൻറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിവിടെ വായിക്കുന്നില്ല കേട്ടോ, കാരണം അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. അത് ഞാനിവിടെ വായിച്ച് കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. പിന്നെ പഠിക്കുന്ന സമയത്ത് ടൈം പാസ് ആയി പോകാനുള്ള പഠിത്തമായിരുന്നു, വലിയ അറിവുകളൊന്നുമില്ല. അങ്ങനെ വീട്ടുജോലികൾ ചെയ്യാൻ പോലും സന്തോഷമില്ലായ്മ. പഠിച്ച സമയത്ത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇന്ന് ആരുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ താങ്കൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് തരാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കമൻറ്റ് കണ്ട ഉടനെ തന്നെ അതിനുള്ള റിപ്ലൈ കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചും റിപ്ലൈ തന്നു. അപ്പോൾ എനിക്ക് റിപ്ലൈ ആയിട്ട് വന്നത്, ഇങ്ങനെ കമൻസിന് റിപ്ലൈ തരുന്ന എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലൈഫിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ തന്നുകൊണ്ട് തന്നെയാണ് നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നത് അല്ലേ. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളെ ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഹങ്കാരം കൂടുമല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒന്നുകിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിലൊരു കുറവ് നമുക്ക് തരുമല്ലേ. അല്ലെങ്കിൽ പണത്തിൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ ഒരു വീടില്ലാത്തതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ്. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെ നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നു പോകാതിരിക്കാനാണെന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെൻ്റെ ഒരു പൊട്ടയായ ചിന്തയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മുടെ മനസ്സിനെ മനഃശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതും മാത്രമല്ല, ഞാൻ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നൊരു വാചകമാണ്, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. നമ്മളവിടെ എന്ത് പാകുന്നുവോ അത് മാത്രമേ അവിടെ വിടരൂ എന്നാണ് അതിൽ പറയുന്നത്. എന്താണോ നമ്മൾ പാകുന്നത് അത് മാത്രമേ അവിടെ മുളയ്ക്കൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് നല്ല ചിന്തകളും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വരും. അതേസമയം നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടപ്പെടാനുള്ള കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, നമ്മളെപ്പോഴും നമ്മളുടെ കുറവുകളും അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങളിൽ നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ദിവസവും ഒരു ബുക്ക് എടുത്ത് എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിലൊന്ന് ചിന്തിക്കുക. വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണല്ലേ. പിന്നെ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് ഈ ലോകത്ത് കിട്ടാനില്ലല്ലേ. എത്രയോ പേരാണല്ലേ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിടക്കാനായിട്ടൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഷെൽട്ടർ ഇല്ലാതെ എത്രയോ പേര് തെരുവുകളിൽ അലഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു നല്ലൊരു ബുദ്ധി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരം എന്താണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതൊക്കെ നമുക്കൊരു ബേസിക്കായിട്ട് മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തിയാണ്, നമുക്ക് നല്ലൊരു വീടുണ്ട്, നമുക്ക് ഭക്ഷണമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ സമ്പന്നനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ച് നോക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് ഇത്തരം കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പോലും എത്രയോ പേര് ഒട്ടും സുഖമില്ലാതെ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള
എത്രയോ പേര് നമ്മുടെ ചുറ്റും ജീവിക്കുന്നില്ലേ? അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണല്ലേ? എത്രയോ പേരെ നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് നമ്മളെക്കാൾ മേലെയുള്ളവരെ നോക്കിയല്ല, നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കിയായിരിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. ചെറുതിലെ തൊട്ടേ എന്നോട് പറയുന്ന കാര്യമാണ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ് നമ്മൾ എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതും മാത്രമല്ല, നമ്മളെക്കാൾ ഇല്ലാത്തവനെ നോക്കുമ്പോൾ നമ്മൾ ധനികനാണെന്നുള്ളൊരു സ്വയം ബോധം നമുക്ക് വരും. നമ്മളെക്കാൾ കൂടിയ ഒരാളിനെ നമ്മൾ, അല്ലെങ്കിൽ വലിയ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ലാത്തതായിട്ടും നമ്മൾ അവരെ പോലെ ആവാനായിട്ടൊക്കെ ശ്രമിക്കുമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കുക. ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുന്നേയും നമ്മൾ അതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇതെല്ലാം നമുക്ക് തന്ന ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ളൊരു വിഷമം തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ഒരു മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെക്കാളും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണ് ഒരുപാട് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നത്. നമുക്ക് നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്തെടുക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നല്ലൊരു റൊട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. റീസെൻ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂർ സമയം തന്നെയാണ് ഉള്ളതല്ലേ? അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. പിന്നെ ഒരു വീട്ടമ്മയായി പോയി വീട്ടിൽ തന്നെ ഇരിപ്പാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്ക് സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുമില്ലാതെ നമ്മൾ അത്രത്തോളം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതല്ലേ? അപ്പോൾ അത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവാത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ലൈഫ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള സന്തോഷങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് എന്ത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാക്സിമം ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരല്ല നമ്മുടെ സന്തോഷം കണ്ടെത്തി തരുന്നത്. അപ്പം അതിനെ ഓരോരുത്തരും മനസ്സുകൊണ്ട് വിചാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം. നമുക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അവനവനെ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് 1-2 തവണയൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റും അല്ലേ? പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിനും പരിഹാരമാവും. പിന്നെ അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണിത്. ഒരുപാട് പേര് ഇങ്ങനെ തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ കഴിയുന്നവരായിരിക്കാം. കയ്യിൽ ഒരു പൈസയും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവോട് കൂടി തന്നെയാണ് ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് കേട്ടോ. ആ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഇന്ന് തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുകയും വേണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിലൊരു കഴിവ്, നിങ്ങൾ എവിടെയോ മറന്നു വെച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ഉണ്ടായിരുന്ന ഒരു കഴിവ് നിങ്ങൾ പൊടി തട്ടിയെടുക്കുക. അത് സമാധാനത്തിൽ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കുക. ചിലപ്പോൾ 2-3 ദിവസം എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കുമായിരിക്കാം. ഒരു കഴിവും ഇല്ലാന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ കഴിവുകളിലൂടെ തന്നെയാണ് ജനിച്ച് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കുള്ള ആ കഴിവിനെ വീട്ടിലിരുന്നൊരു വരുമാന മാർഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ മുന്നേ തന്നെ നമ്മുടെ മനസ്സൊന്ന് പാകപ്പെടുത്തി എടുക്കണം. നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മളെ തളർത്താനും തകർക്കാനായിട്ടൊക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ജീവിതം ജീവിക്കേണ്ടത് നമ്മളാണല്ലേ? അതേസമയം നമ്മുടെ കുടുംബവും നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. ഒരുപാട് വീട്ടമ്മമാർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് വിഷമിക്കുക. പിന്നെ അതിൻ്റെ പേരിൽ കുറേ കാലം ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുക. എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇതുപോലുള്ള ഒരാളായിരുന്നു കേട്ടോ. എപ്പോൾ ഞാൻ മാറി ചിന്തിച്ച് തുടങ്ങിയോ, ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി തുടങ്ങിയോ, അപ്പോൾ എൻ്റെ ജീവിതം മാറി എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അത് 1-2 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. കുറേ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ സ്ട്രോങ് ആക്കി എടുത്തത്. അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടും സാധിക്കും. അപ്പം ഞാൻ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് വീഡിയോ എടുക്കാനും ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിലെ ഒരു സ്റ്റേജിൽ ഞാൻ തിരിച്ചറിയുകയും ഞാൻ ചാനൽ തുടങ്ങുകയും ചെയ്തു. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കി വെച്ചേക്കുക. ഞാൻ ഈ
ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ക്ലീനിങ് ആണെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കുക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതേസമയം തന്നെ ചില ദിവസങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനുള്ളൊരു മൂഡ് കാണത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കിടന്നുറങ്ങും, നന്നായിട്ട് റെസ്റ്റ് എടുക്കും, പിന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, ഇല്ലെങ്കിൽ റീഡിങ് ചെയ്യും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനായിട്ട് സ്വയം കണ്ടുപിടിച്ചതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ റീഡിങ് ചെയ്യാനോ ക്ലീനിങ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ആയിരിക്കില്ല ഇഷ്ടം. നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുക്കിങ്ങിലായിരിക്കും താല്പര്യം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അത് നിങ്ങളെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവനവൻ്റെ കഴിവിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ബിസിനസ് ചെയ്യാനുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്ളോഗിലൊക്കെ ഞാൻ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ പൈസയൊക്കെ തനിയെ വന്നോളും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് മുന്നിലേക്ക് വരുന്നത് അല്ലേ. തുടക്കത്തിലേ തന്നെ എല്ലാവർക്കും എല്ലാം ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. ഇതുവരെ കേട്ടിട്ടുള്ള ചരിത്രം അനുസരിച്ച് എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിൽ പോലും അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നവർ തന്നെയാണ്. അല്ലാതെ എല്ലാവർക്കും എല്ലാം ഉണ്ടായിട്ടല്ല എല്ലാം തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സംരംഭം പോലെ തുടങ്ങുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കറി പൗഡറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതെന്താണ് നിങ്ങളുടെ ടേസ്റ്റ്, എന്താണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടേ ആദ്യം കാണത്തുള്ളൂ. പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എല്ലാം സക്സസ് ആയിട്ട് തന്നെ വരും. നമുക്ക് എല്ലാവർക്കും എല്ലാം തുടങ്ങി വെക്കാനാണ് പാടല്ലേ. അത് ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് കയറും. പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരത്തിൽ നമ്മൾ എത്തുകയും ചെയ്യും. പഠിക്കുന്ന സമയത്ത് ടൈം പാസ്സായി പോകാനുള്ള പഠിത്തം മാത്രമാണ് ഉണ്ടായിരുന്നത്, വലിയ അറിവുകളൊന്നും ഇല്ലാന്ന്. ശരിക്കും എനിക്കത് കേട്ടപ്പോഴത്തേക്കും തോന്നിയൊരു കാര്യം, നമുക്ക് പഠിക്കാനായിട്ടൊരു പ്രായമില്ല കേട്ടോ. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെ പറയാം. അച്ഛൻ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സായതാണ്. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് അച്ഛൻ പിന്നീട് VHSCയിലാണ് ചേർന്നത്. ശരിക്കും 10ാം ക്ലാസ്സിലെ നല്ല മാർക്ക് കൊണ്ട് അച്ഛന് VHSCയിലെ ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ പിന്നീടുള്ള തുടർന്നുള്ള പഠിത്തത്തിന് അച്ഛന് സാധിച്ചില്ല. കാരണം അന്നത്തെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കാരണമാണ് അതിന് പറ്റാതെ പോയത്. പക്ഷേ എന്ന് കരുതി എൻ്റെ അച്ഛന് അറിവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അച്ഛന് സംസാരിക്കുന്ന രീതി കാണുമ്പോഴാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു സർക്കാർ ജോലിയുള്ളൊരു ഉദ്യോഗസ്ഥനെ പോലെയാണെന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അത് പത്രവായനയിലൂടെയും മറ്റ് ആളുകളിൽ നിന്ന് കിട്ടിയ അറിവിലൂടെയൊക്കെ നേടിയെടുത്തതാണ്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിക്കുവോളം നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടല്ലേ. ഇപ്പോൾ പിന്നെ അവസരങ്ങൾ വളരെ കൂടുതലാണ്, പണ്ടത്തെ പോലെയുമല്ല. നമുക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും അറിവുകൾ നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമ്മൾ ഈ ഫോണിൽ മറ്റു കാര്യങ്ങൾ കാണാനെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപഠിക്കാനായിട്ട് പറ്റുമല്ലേ. ഇനിയില്ല, നിങ്ങൾക്ക് പ്രായം കൂടിപ്പോയി, ഇനി നിങ്ങൾക്ക് പഠിക്കണം, എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്ത് പ്രായപരിധി ഇല്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചേരാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ള എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ലല്ലേ. എത്രയോ പേര് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ നന്നായി സംസാരിക്കുന്നു, നന്നായി പെരുമാറുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള എത്രയോ പേര് ഒട്ടും വിവരമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന്റെ വില അത് വേറൊന്ന് തന്നെയാണ്. നമുക്കൊരു പ്രത്യേക പ്രായപരിധിയൊന്നുമില്ല പഠിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഏത് പ്രായത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. എത്രയോ പേര് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും സാക്ഷരതാ ക്ലാസ്സുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതായിട്ട് നമുക്കറിയാമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാം. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഷോപ്പുകളിലും ഈ സ്ട്രീറ്റിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്നുണ്ട് പഴയ പുസ്തകങ്ങളൊക്കെ. നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് അറിവുകൾ സമ്പാദിക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നാൽ മാത്രം മതി. നമുക്ക് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്. നമുക്ക് എല്ലാ
എല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയൊക്കെ വിഷമങ്ങളുള്ള കാരണം കൊണ്ടാണ് വീട്ടുജോലികൾ ചെയ്യാനായിട്ട് ഒട്ടും സന്തോഷമില്ലാത്തതും അതുപോലെ തന്നെ ഒട്ടും ഒരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവനവൻ തന്നെയാണ് അവനവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പല പോയിന്റ്സുകളിലും നമുക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള പരിഹാരങ്ങളായില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നത്, പഠിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളുടെ കാര്യം പറയുമ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ. എല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെയും, ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്ന ഒരാളാണ്, അത്രയ്ക്കും ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയാനായിട്ട് വിരലിൽ എണ്ണാവുന്ന 1-2 പേര് മാത്രമാണ് ഉള്ളത്. നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരോ അല്ലെങ്കിൽ കോളേജിലെ കൂട്ടുകാരോ ഒന്നും നമ്മളോടൊപ്പം ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത് സ്വാർത്ഥമായൊരു ലോകമാണല്ലേ. ഞാൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പണികൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അധികം ആരുമായിട്ടും അടുക്കാത്തതും അതൊക്കെ കൊണ്ടാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മൾക്കല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ സുഹൃത്ത് ആവേണ്ടത്, അല്ലാതെ മറ്റൊരാളല്ല. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് കെയറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുവോ, എപ്പോൾ നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കുന്നുവോ, അന്ന് മുതൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു അവസ്ഥ താങ്കൾക്ക് സങ്കല്പിക്കാനാകുമോ എന്നാണ് ചോദിച്ചത്. ഇതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചപ്പോൾ ഇന്ന് അവരിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലെന്ന് പറയുന്നത് വേറെ തന്നെയാണ്. എൻ്റെ എത്രയോ സുഹൃത്തുക്കളുണ്ട്, ഒരു ഏജ് പോലും എത്താതെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയി കുഞ്ഞുങ്ങളെയും കൊണ്ട് റോഡിൽ ഇറങ്ങി നിന്നിട്ടുള്ള അങ്ങനത്തെ സുഹൃത്തുക്കൾ വരെ എനിക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർ വെറുതെ അല്ല ജീവിക്കുന്നത്, അവരിന്നിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ടും സമൂഹത്തിൽ ഏറ്റവും നല്ല നിലയും വിലയുമുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്രയും ജീവിതത്തിൽ ഒന്നുമില്ലാതെ നടു റോഡിൽ നിന്ന് പിടിച്ച് കയറി വന്ന ഒരുപാട് പെൺസുഹൃത്തുക്കളാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഇന്നും സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ആണ്. ഇടയ്ക്കൊക്കെ അവർ വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ അന്നത്തെ വാക്കുകൾ കാരണമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ അതിൽ പരം ഒരു സന്തോഷമില്ല. എന്തുകൊണ്ടാണ് ഞാൻ അതൊക്കെ അവരോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. നമുക്കൊക്കെ ഒരു സെക്കൻഡ് മതി നമ്മുടെ ജീവിതം മാറി മറിയാനായിട്ട്. ഇന്ന് പണമുള്ളവൻ നാളെ പണമില്ലാതാവാനും, ഇന്ന് പണമില്ലാത്തവൻ നാളെ പണമുള്ളവനാവാനും, ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഉള്ളത് എല്ലാം നശിക്കാനും നശിച്ചതെല്ലാം ഉണ്ടാവാനും ഒക്കെ സെക്കൻഡുകൾ മാത്രം മതിയല്ലേ. അപ്പോൾ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് മനുഷ്യനാണല്ലേ. എൻ്റെ അച്ഛൻ പണ്ടും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആത്മഹത്യയിൽ നിൽക്കുന്ന ആളിനെ പോലും നമ്മുടെ ഒരു വാക്ക് കൊണ്ട് കരയ്ക്ക് കയറ്റാനായിട്ട് പറ്റുമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാക്ക് കാരണം മറ്റൊരാളിനെ ആത്മഹത്യയിലേക്ക് വലിച്ചഴിക്കാനും പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണമെന്ന് കൊച്ചിലെ തൊട്ടേ എനിക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നും എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് അതുപോലെ ജീവിച്ച് ഇന്നും സക്സസ്സിലെത്തി നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരാളാണിതെന്ന്. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സങ്കടപ്പെടുത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അവനവൻ്റെ വിഷമം അവനവന് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഈശ്വര വിശ്വാസം ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒരുപാട് മോചിപ്പിക്കും. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറയാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ എന്തോ ഒരു ശക്തി കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും ധൈര്യമൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചതിൻ്റെ കാരണം ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് പറയാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ തിരുത്തണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഭഗവത്ഗീതയിലൊരു സന്ദേശമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടു നോക്കൂ. നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളതായിരിക്കാം. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലതിന്. നഷ്ടപ്പെട്ടതോർത്ത് എന്തിനു ദുഃഖിക്കുന്നു, നഷ്ടപ്പെട്ടത് എന്തെങ്കിലും
എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? നശിച്ചതെന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ? നീ നേടിയതെല്ലാം നിനക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ്. നിനക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് നേടിയതാണ്. ഇന്ന് നിനക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു. നാളെ അത് മറ്റാരുടേതോ ആകും. മാറ്റം പ്രകൃതി നിയമമാണ്. ഇതാണ് ഭഗവത്ഗീതയിലെ സന്ദേശം. നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും പലരും. കേൾക്കാത്തവര് എന്തേലും ഒന്നും കൂടി കേട്ട് നോക്കിയിട്ട് ആഴത്തിലൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ വരികളിലുണ്ട്. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, ഗീതോപദേശമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കൂ. എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് കേട്ടോ. ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എത്ര സങ്കടമുള്ള ജീവിതമാണെങ്കിലും എത്രയൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും നമ്മൾ കയറി വരണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കയറി വരാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് എത്രയൊക്കെ നമ്മളെ ആരൊക്കെ താഴ്ത്തി കെട്ടിയാലും നമ്മൾ മുന്നിലേക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതിൻ്റെ കാരണം തന്നെ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇതിനിടയിൽ തന്നെ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണെന്ന് കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.